ഈശ്വരനും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും യേശുക്രിസ്തുവിൽ കൃപയും സമാധാനവും. നമ്മളൊക്കെ ജീവിതത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിലാണ്. ലൗകിക ചുറ്റുപാടുകൾ എപ്പോഴും നമ്മെ ഞെരുക്കുന്നതുമാണ്. പക്ഷെ ഞെരുക്കത്തിന്റെ സമയത്തൊക്കെ നാം അനുഭവിക്കുന്ന വേദനകളിൽ പ്രധാനപ്പെട്ടത് ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ആരും കൂടെയില്ലെന്ന് തോന്നുന്നതിനേക്കാൾ അപകടകാരിയായ ഒരു ചിന്ത വേറെയില്ല. ഏറ്റവും പ്രധാനമായി ആത്മാവോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തെ തിരിച്ചറിയാനാകാതെയും ആ ദൈവത്തിന്റെ വഴിനടത്തൽ അനുഭവിക്കാതെയും പോകുമ്പോഴാണ് ജീവിതം നിരാശജനകമായിട്ട് മാറുന്നത്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതിന്റെ രഹസ്യം തന്നെ മാനുഷിക ബന്ധത്തിനകത്ത് ദൈവത്തെ തിരിച്ചറിയാൻ അവനെ പഠിപ്പിക്കുക. ഒരു ചെറിയ പനി വരുമ്പോൾ പോലും നമുക്ക് 3 വികാരങ്ങൾ ഉണ്ടാവും. അതിലൊന്ന് ഭയത്തിൻ്റെതാണ്, ഒന്ന് വെറുപ്പാണ്, ഒന്ന് ദേഷ്യമാണ്. ഈ 3 വികാരങ്ങൾ ഒരു പനിയുടെ ഘട്ടത്തിൽ പോലും, ഏറ്റവും ചെറിയ ഒരു രോഗം വരുമ്പോൾ പോലും നമ്മെ ബാധിക്കും. അതിന്റെ പിന്നിലുള്ളത് ഈ ഒറ്റപ്പെടൽ അനുഭവമാണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ പനിയോ അസുഖങ്ങളോ ഒക്കെ വരുമ്പോൾ അമ്മയെ കെട്ടിപ്പിടിക്കാൻ, കൂടെ ഉണ്ടാകാൻ ഒക്കെ ആഗ്രഹിക്കും. ഒരാൾ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഹൃദയം പരിതപിക്കുന്നതിന്റെ പുറകിലുള്ള കാര്യം അതാണ്. സാമ്പത്തികമായി തകരുമ്പോഴും, രോഗം വരുമ്പോഴും, ബന്ധങ്ങൾ അകലുമ്പോഴും, വിജയം കൈവരിക്കാൻ കഴിയാതെ പോകുമ്പോഴും ഒക്കെ നാം ഉള്ളിൽ ഒറ്റപ്പെട്ടു പോവുകയും എല്ലാവരും കൈവിടപ്പെട്ടു എന്ന് തോന്നുകയും ചെയ്യും. ആദ്യം പറഞ്ഞല്ലോ, ലോകത്ത് എന്ത് നമ്മെ വിട്ടുപോകുന്നതിനേക്കാളും വേദനാകരമാണ് ദൈവം കൈവിട്ടു എന്ന ചിന്ത. അനേകരെ ഭരിക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾ പാപം ചെയ്യുന്നത് കൊണ്ട് ദൈവം നിങ്ങളെ കൈവിടുന്നു, പൈശാചിക ബന്ധനങ്ങളുള്ളത് കൊണ്ട് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നാണ്, നിങ്ങളുടെ ജീവിതം ദൈവേഷ്ടപ്രകാരമല്ലാത്തത് കൊണ്ട് ദൈവം മുഖം തിരിച്ചിരിക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചിന്തകളാണ്. പല പ്രഘോഷകരും അത്തരത്തിൽ പറയുമ്പോൾ കേൾക്കുന്ന ആളുകളുടെ ഉള്ളു നുറുങ്ങും. ബലഹീനതയെ വിട്ടൊഴിയാൻ കഴിയുന്നില്ല, ജീവിതത്തിൽ പലപ്പോഴും വീണുപോകുന്നു. ആ വീണുപോകുന്നത് കൊണ്ടൊക്കെ ദൈവം നമ്മെ കൈവിടുന്നു തോന്നിയാൽ ഹൃദയം തകരുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് പോലും മനുഷ്യനെ നയിക്കുന്നത് ഇത്തരം നിരാശകളാണ്. ഞാൻ എവിടെ ആയിരിക്കുമ്പോഴും, എങ്ങനെയായിരിക്കുമ്പോഴും, എന്തായിരിക്കുമ്പോഴും എന്നെ കൈവിടാതെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെയാണ് ക്രിസ്തുവിൽ നാം പരിചയപ്പെട്ടത്. നാം നല്ലവരായപ്പോഴല്ല ദൈവം നമ്മുടെ കൂടെ വന്നത്. നാം പരിപൂർണരാണെങ്കിൽ പിന്നെ ഒരു പരിപൂർണത മാർഗത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ കുറവുകളും നമ്മുടെ പോരായ്മകളുമാണ് ഒരു പരിഹാരത്തിന് കാരണമാകുന്നത്. ആ പരിഹാരം ദൈവം തന്നെ ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണും, മനുഷ്യൻ ദൈവം പറയുന്നത് കേൾക്കാതെ സ്വന്തം ഇഷ്ടത്തിന്, കണ്ണുകളുടെ ഇച്ഛയ്ക്ക്, ആസ്വാദ്യകരമായ അനുഭവത്തിന്, അറിവിന്റെ പുറകെ ഒക്കെ പോയി പാപത്തിൽ വീണു. പ്രലോഭനങ്ങളുണ്ട്. ആ പ്രലോഭനങ്ങളിൽ വീണു പോകാനുള്ള കാരണം എന്താണ്? അവിടെ തങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നി. ഒരിക്കലും തമ്മിൽ അകലരുത് എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ച് ഏതനിലാക്കിയ ആദം ഹവ്വയും ഒപ്പമല്ല ഈ മരച്ചുകൂട്ടി പോയത്, ഒറ്റയ്ക്ക് പോയി. ഒറ്റയ്ക്ക് പോയെന്ന് വെച്ചാൽ ഒരു അകലം ഒരു ബന്ധത്തിനകത്ത് വരുമ്പോൾ പ്രലോഭനം ശക്തമാവും. പാപത്തിൽ വീണ ഉടനെ മനുഷ്യനുണ്ടാകുന്ന അനുഭവം ദൈവത്തിൽ നിന്നൊരകലാണ്. അവൻ ഭയന്ന് ഒരു മരപ്പൊത്തിൽ ഒളിക്കുന്നു. എന്നും പതിവ് നേരത്ത് ദൈവം അവരുടെ കൂടെ ഉലാത്താൻ തരുന്നതാണ്. ഏതെനിൽ ആദ്യത്തെ സന്തോഷമാണ്. എന്താണ് ആ സന്തോഷം? ദൈവം കൂടെ ഉണ്ടെന്നുള്ളതാണ്. പതിവ് പോലെ വന്ന് ദൈവം വിളിക്കുന്നുണ്ട്, ആദം ആദം നീ എവിടെയാണ്? അവൻ ഈ മരപ്പൊത്തിൽ ഒളിക്കുകയാണ്. ആദം പറയുന്നു, തോട്ടത്തിൽ അങ്ങ് ഉലാത്തുന്ന ശബ്ദം കേട്ടപ്പോ ഞാൻ ഭയന്നുപോയി, അതുകൊണ്ട് മരപ്പൊത്തിൽ ഒളിച്ചതാണ്. എന്താണ് ഭയക്കാൻ കാരണം? ഭയക്കാൻ കാരണം സ്നേഹം നഷ്ടപ്പെട്ടു. സ്നേഹത്തിന് വിള്ളലുണ്ടാക്കി, ദൈവേഷ്ടത്തിന് വിപരീതമായി നിലയുറപ്പിച്ചു. അതുകൊണ്ട് ദൈവം നമ്മളെ കൈവിട്ടു എന്നാണ് മനുഷ്യന്റെ ചിന്ത. ദൈവം അവനെ അത്തിയിലകൾ കൂട്ടി വസ്ത്രം ധരിപ്പിക്കുന്നുണ്ട്, നഗ്നത മാറ്റാൻ. എന്താണ് നഗ്നത? അത് ഇത്രേ ഉള്ളൂ. ദൈവവുമായി അകലമുണ്ടായി. അകലം ഉണ്ടാകുമ്പോഴാണ് നഗ്നത അനുഭവപ്പെടുക. നാം സാധാരണ നമ്മുടെ വീട്ടിൽ ധരിക്കുന്ന വസ്ത്രമല്ല വേറൊരാളെ കാണുമ്പോൾ. പുറത്തൊരാൾ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വന്നാൽ നാം ആദ്യം ഓടിപ്പോയി വസ്ത്രം ശരിയാക്കും. വീട്ടിൽ കാണാത്ത ഈ അകലം പുറത്തുള്ള ഒരാൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് നാണമാവുന്നത്. നാണമെന്ന് പറഞ്ഞാൽ, നഗ്നത എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിലുള്ളത് യഥാർത്ഥത്തിൽ ഈ അകലമാണ്, ഡിസ്റ്റൻസ് ഫീലിംഗ് ആണ്. അങ്ങനെ മരപ്പൊത്തിൽ ഒളിച്ച മനുഷ്യനെ അത്തീരകൾ കൂട്ടി വസ്ത്രം ധരിപ്പിച്ച് ദൈവം സമാശ്വസിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നിട്ടും അവൻ അനുഭവപ്പെട്ടത് ദൈവം കൈവിട്ടു എന്ന ചിന്തയാണ്.
ഉൽപ്പത്തി പുസ്തകത്തിൽ പിന്നെ ദൈവം അവനെ ശപിക്കുന്നതായി കാണുന്ന ഭാഗമൊക്കെ ഈ കൈവിട്ട അനുഭവത്തിന്റെ തിക്താനുഭവങ്ങളാണ്. ദൈവം കൂടെ ഉള്ളപ്പോഴുള്ള സന്തോഷം നഷ്ടപ്പെട്ടു. നമുക്കെപ്പോഴും സങ്കടകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്ത. ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായതിനെക്കുറിച്ച്, മറ്റുള്ളവർ തള്ളിപ്പറഞ്ഞതിനെക്കുറിച്ച്, അപമാനിച്ചതിനെക്കുറിച്ച്, അങ്ങനെ ജീവിതത്തിൽ എവിടെയൊക്കെ വേദനാകരമായ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം എപ്പോഴും തികട്ടി വരും. നന്മയുടെ ഓർമ്മകളും സന്തോഷമൊന്നും അങ്ങനെ പൊങ്ങി വരില്ല. മനുഷ്യൻ അന്നേ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ദൈവം എന്നെ കൈവിട്ടു. കായന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ വീണ്ടും നമുക്കിത് കാണാൻ പറ്റും. ആബേലിനെ കൊന്ന ശേഷം അവൻ ഓടുകയാണ്. അവൻ പറയുന്നു, ദൈവം എന്നെ ശപിച്ചു, ഇനി എല്ലാവരും എന്നെ കല്ലെറിയും, ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായി. ദൈവം അവനോട് പറഞ്ഞത്, കായനെതിരെ കരമുയർത്തുന്നവനെതിരെ 7 ഇരട്ടി കോപമാണ് എനിക്ക്. തെറ്റു ചെയ്യുമ്പോൾ കൈവിടുന്ന ദൈവമല്ല. തെറ്റു ചെയ്യുമ്പോൾ കൈവിടാനാണെങ്കിൽ ഒരു മനുഷ്യപുത്രന്റെ അവതാരം ആവശ്യമില്ല. മനുഷ്യ അവതാരത്തിന്റെ പുറകിലുള്ളത് എന്താ? മനുഷ്യന്റെ വീഴ്ചയിൽ നിന്ന് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. മനുഷ്യർ പാപം ചെയ്യുമ്പോൾ മനുഷ്യനെ നശിപ്പിക്കുന്നവനാണ് ദൈവം വന്നത് ഒരു പഴയ നിയമ ചിന്താഗതിയാണ്. അവിടെ പോലും ദൈവം പറയുന്നുണ്ട്, ഒരാൾ ശേഷിച്ചാൽ ഒരു നീതിമാനെ കുറിച്ച് ഞാൻ എൻ്റെ കോപമടക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ സോദോം ഗൊമോറയുടെ കഥ നമുക്കറിയാം. അവിടെ നമ്മൾ കാണുന്നത് എന്താ? മനുഷ്യരുടെ അധർമ്മം വർദ്ധിക്കുമ്പോൾ, ആ അധർമ്മം വർദ്ധിച്ച പ്രദേശത്ത് നശിപ്പിക്കാൻ ദൈവം തീരുമാനിക്കുമ്പോൾ അബ്രഹാമുമായിട്ട് കൂടി ആലോചിക്കും. തന്നെ വിശ്വസിച്ച് തൻ്റെ കൂടെയുള്ള ഒരുവനുമായിട്ട് ആലോചിക്കുകയാണ് ദൈവം. എന്നിട്ട് അബ്രഹാം ഓരോ ഉപാധികൾ ചോദിക്കുന്നുണ്ട്. 50 നീതിമാന്മാരുണ്ടെങ്കിലോ, 45 നീതിമാന്മാരുണ്ടെങ്കിലോ, 40 നീതിമാന്മാരുണ്ടെങ്കിലോ, പറഞ്ഞ് അത് 10-ലെത്തി. 10 നീതിമാന്മാരുണ്ടെങ്കിൽ പോലും നശിപ്പിക്കില്ല. നമ്മൾ തിരിച്ചറിയേണ്ടത്, ഒരു നീതിമാൻ ശേഷിക്കുമെങ്കിൽ ആ നീതിമാനെ പ്രതി മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കും എന്നാണ് ദൈവം പറയുന്നത്. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടത് സകല നീതിയും പൂർത്തിയാക്കുന്ന ഒരുവനാണ് നീതിമാനായ ഒരുവൻ. അതുകൊണ്ട് പിലാത്തോസ് അരമന വെച്ച് പറയുന്നുണ്ട്, ഇതാ മനുഷ്യന്റെ സമ്പൂർണതയാണ് ക്രിസ്തു. സകല മനുഷ്യർക്കും വേണ്ടിയാണ് പിലാത്തോസിന്റെ അരമനയിൽ കുറ്റം വിധിക്കപ്പെടുന്നവനായി അവൻ നിൽക്കുന്നത്. അവൻ ഒറ്റയാളായിട്ടല്ല. ഗലാത്യ 3:26 നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ് വിശ്വാസം വഴി. സകല മനുഷ്യകുലത്തിനും വേണ്ടി ഒരുവൻ, ഇതാ മനുഷ്യന്റെ സമ്പൂർണത പിലാത്തോസിന്റെ അരമനയിൽ കുറ്റം വിധിക്കപ്പെടും. അപ്പൊ ആദ്യകാലം മുതലേ നമ്മുടെ ഒരു ചിന്ത എന്താണ്? നമ്മെ ദൈവം കൈവിടുന്നു എന്നുള്ളതാണ്. നമ്മുടെ കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാൻ കാരണം നമ്മുടെ മനോനില തകർന്നതാണ്. നമ്മുടെ മനസ്സൊരിക്കലും സ്ഥിരതയോടെ അല്ല നിൽക്കുക, എപ്പോഴും തകർന്നു പോകുന്ന വിധത്തിലാണ്. ഒരു പളുങ്കുപാത്രം പോലെയാണെന്ന് കവികളൊക്കെ പറയുമല്ലോ മനസ്സിനെ കുറിച്ച്. ഏതു നിമിഷവും ഉടഞ്ഞു പോകാവുന്ന രീതിയിലാണ് മനുഷ്യന്റെ മനസ്സ്. ഒരു ചെറിയ വേദന ഉണ്ടാവുമ്പോൾ ജീവിതത്തിൽ അന്നോളം ഉണ്ടായ എല്ലാ വേദനകളും കൂടി ഉപബോധ മനസ്സിൽ കട്ടിയായിട്ട് വരും. അതൊന്നും നിൽക്കില്ല. അതുകൊണ്ടാണ് ഒരാൾ കോപിക്കുമ്പോൾ മറ്റേയാൾ തളർന്നു പോകുന്നത്. ബാല്യകാലം മുതൽ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ സ്നേഹം നിഷേധിക്കപ്പെട്ട മുഴുവൻ മുറിവുകളും ആ സമയത്തുണരും. ഒരു തിരസ്കാരത്തിൽ ഈ തിരസ്കാരാനുഭവങ്ങൾ മുഴുവനും കൂടി ഒന്നിച്ചു ചേരും. മനുഷ്യ മനസ്സ് എപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. ആ ദൈവത്തോട് കൂടെ ആയിരിക്കുന്നത് വരെ, ദൈവാത്മാവുമായി ചേരുന്നത് വരെ, ദൈവിക പ്രകാശം അനുഭവിക്കുന്നത് വരെ മനുഷ്യന് ഹൃദയത്തിലെ ഈ ഒറ്റപ്പെടലിൽ നിന്ന് മോചനം നേടാൻ സാധ്യമല്ല. നിങ്ങൾ ലോകത്തെ മുഴുവൻ മനുഷ്യനും സ്നേഹിച്ചാലും നിങ്ങൾ ആ ഒറ്റപ്പെടലിൽ നിന്ന് മോചിതനാകില്ല. ഈ ലോകത്ത് മുഴുവൻ ചെയ്യുന്ന പ്രവൃത്തികളും വിജയിച്ചാലും ഹൃദയത്തിനകത്തുള്ള ഈ ശൂന്യത നിങ്ങളെ കൈവിട്ടു പോകില്ല. അപ്പൊ അതുകൊണ്ട് ഹൃദയത്തിനകത്ത് ദൈവാത്മാവുമായുള്ള നിരന്തര ബന്ധത്തിലേക്കാണ് നാം വളരേണ്ടത്. പ്രാർത്ഥന ആവശ്യമായി വരുന്നത് ഈ ബന്ധം നിലനിർത്താനാണ്. ഒരു പ്രണയ സന്ദേശമാണ് പ്രാർത്ഥന എന്ന് കരുതുന്നത്. ആത്മാവിന്റെ അവിഭാജ്യ ഘടകമായ ദൈവാത്മാവുമായി നിരന്തരം സംസർഗത്തിലായി തീരാനും യോജിച്ചിരിക്കാനുമുള്ള ഹൃദയത്തിന്റെ ദാഹമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന സ്നേഹത്തിനായുള്ള ദാഹം. നമ്മളത് വിചാരിക്കുന്നത് മനുഷ്യർ നൽകുന്നതാണ്, വസ്തുക്കൾ നൽകുന്നതാണ്. അവയിലേക്കൊക്കെ നാം തിരിയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ശൂന്യതാബോധം കൂടിക്കൂടി വരും. അതുകൊണ്ടാണ് സമ്പത്ത് ഏറുമ്പോൾ സമാധാനം കുറയുന്നത്. അതുകൊണ്ടാണ് സൗകര്യങ്ങൾ ഏറുമ്പോൾ അതൃപ്തി വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് സ്നേഹിക്കുന്നവർ കൂടെ ഉണ്ടാകുമ്പോഴും സ്നേഹിക്കപ്പെടുന്നില്ല എന്ന അനുഭവം ഹൃദയത്തിൽ ഉണ്ടാകുന്നത്. യഥാർത്ഥ പ്രണയം ദൈവവുമായിട്ട് മാത്രമേ സാധ്യമാവൂ. കാരണം അങ്ങനെ ഒട്ടിച്ചേർന്ന് ആത്മാവിൽ ഒന്നായിത്തീരുന്ന അനുഭവം തരാൻ ലോകത്ത് ഒരു ബന്ധങ്ങൾക്കും സാധ്യമല്ല. അതെപ്പോഴും രണ്ടായിട്ട് നിൽക്കും, പരിമിതിയുള്ളതായിട്ട് അനുഭവപ്പെടും. അകമേ വസിക്കുന്ന ഒരുവന് മാത്രമേ
നമ്മുടെ ആത്മാവുമായി ലയിച്ചു ചേരുന്ന അനുഭവത്തിലേക്ക് വരാൻ പറ്റൂ. ലൗകിക ബന്ധങ്ങളാകട്ടെ, ലൗകികമായ സാഹചര്യങ്ങളാകട്ടെ, എല്ലാം നിരന്തരം ശേഷിപ്പിക്കുന്നത് അതൃപ്തിയും ശൂന്യതാബോധവുമാണ്. ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളാണ്. ലോകം മുഴുവനും സങ്കടകരമായ അനുഭവങ്ങളുള്ളതായി നമുക്ക് അനുഭവപ്പെടും. ഒരു ബന്ധത്തിൽ നിന്നും നമുക്ക് സ്നേഹം അനുഭവിക്കാൻ സാധ്യമല്ല. ഒരു ബന്ധത്തിൽ നിന്നും ബലം പ്രാപിക്കാനാകില്ല. ക്രിസ്തുവിലേക്ക് ഒന്നു ചേരുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അത്ഭുതകരമായ ഈ സ്നേഹശക്തിയുടെ പ്രവാഹത്തിൽ നാം അലിഞ്ഞേരാണ്. ദൈവം രാജാവായി അഭിഷേകം ചെയ്തതിനു ശേഷം ദാവീദിന് ഒരിക്കൽ പോലും സ്വസ്ഥതയില്ല. സ്നേഹബന്ധങ്ങളൊക്കെ വിടാതെ പിന്തുടരുന്ന വലിയ രോഷമായിട്ട് മാറുക. സാവൂളിന്റെ മുൻപിൽ അതൃപ്തനായിത്തീരുന്ന ദാവീദ് വലിയ വിജയത്തിന് ശേഷം അനുഭവിക്കുന്നത് കടുത്ത മാനസിക സമ്മർദ്ദമാണ്. സങ്കീർത്തനം 38:21 സങ്കീർത്തനകാരൻ വിലപിക്കുന്നുണ്ട്, കർത്താവേ എന്നെ കൈവിടരുതേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ. മിസ്റ്റർ ജോൺ ഓഫ് ദി ക്രോസിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജോൺ ഓഫ് ദി ക്രോസിന്റെ പ്രണയാനുഭവം ദൈവവുമായിട്ടുള്ള പ്രണയത്തിന്റെ അനുഭവമാണ്. ആ ദൈവം ആദ്യത്തെ ഒരു ചുംബനത്തിന് ശേഷം കടന്നു പോകുന്നു എന്നാണ് യോഹന്നാൻ ക്രൂസ് പറയുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ ഹൃദയത്തിനുണ്ടാകുന്ന നോവ്, ആ നോവാണ് യഥാർത്ഥത്തിൽ പ്രണയാനുഭവം. അതുകൊണ്ട് ജീവിതത്തിൽ എത്ര പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും മിസ്റ്റർ ജോണിന്റെ മനോഭാവം എന്താണ്? കർമ്മലീത്ത സഭയ്ക്കകത്ത് പീഡിപ്പിക്കപ്പെട്ട ഒരാളാണ് ജോൺ. ധ്യാനാത്മകതയുടെ പടവുകളെ കുറിച്ച് പറയുമ്പോഴും നിഷ്പാതുക കർമ്മലീത്ത സഭ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധികൾ വലുതാണ്. കർമ്മലീത്ത സഭയ്ക്കകത്തുള്ള ആളുകൾ ഈ പുരോഗമനവാദത്തെ എതിർക്കുകയും ഇത് സഭയെ നശിപ്പിക്കാനുള്ള പ്രവൃത്തിയാണെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തെ കഠിനമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കക്കൂസിനകത്താണ് അദ്ദേഹത്തെ ജയിലായിട്ട് പൂട്ടിയിടുക. അന്ന് സഭ വിട്ടു പോകാൻ ഒരാൾ അനുവദിക്കില്ല. ആഘോഷമായ വ്രതമെടുത്തൊരു സന്യാസിക്ക് പുറത്തു പോകാൻ സാധ്യമല്ല. അപ്പോൾ പുറത്തു പോയാൽ അലഞ്ഞു തിരിയാൻ ഇടയാകും. അത് വരാതിരിക്കാൻ വേണ്ടി ജയിലിലിടും. ചമ്മട്ടടികൾ ഏൽക്കുന്നുണ്ട്. റഫക്ടറിയിലേക്ക് ഭക്ഷണത്തിനായി പോകുന്ന പുരോഹിതന്മാർ, സന്യാസികൾ ജോണിനെ കാണുമ്പോൾ ചമ്മട്ടി എടുത്ത് അടിക്കണം. പ്രായമായ സന്യാസിമാർ കഠിനമായിട്ടടിക്കും. ചെറുപ്പക്കാരായ സന്യാസിമാർ അത്ര കടുപ്പമല്ലാതെ അടിക്കും. അടിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ജീവിതത്തിൽ പീഡ അനുഭവിച്ച് മരണത്തോടെടുക്കുന്ന സമയത്ത് കത്തോലിക്ക സഭയുടെ അധികാരികൾ ജോണിനോട് ചോദിക്കുന്നുണ്ട്, ജോൺ, സഭ നിങ്ങളെ പീഡിപ്പിച്ചോ? ഹൃദയത്തിൽ എപ്പോഴും ഓർത്തു വെക്കേണ്ട ഉത്തരമാണ് ജോൺ പറയുന്നത്. ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന ഏറ്റവും ചെറിയൊരു കൃപയ്ക്ക് പകരമായി 1000 ജന്മം 1000 വട്ടം ഇതിലേറെ പീഡിപ്പിക്കപ്പെട്ടാലും മതിയാവുകയും. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദുരന്താനുഭവവും ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നതിന്റെ അടയാളമായിട്ട് തിരിച്ചറിയണം. കൃപ ചൊരിയുന്നതിന്റെ, ദൈവം സ്നേഹിക്കുന്നതിന്റെ, എല്ലാവരെക്കാളും ഉപരിയായി നിന്നോട് ഒട്ടി നിൽക്കുന്ന ഒരുവനെ കുറിച്ചാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുന്നത് ദൈവിക സമാനതകൾ വിട്ടാണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ശരീരത്തിനകത്ത്, എൻ്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരുവനെ കുറിച്ചാണ്. മറ്റാരെയും കാൾ എന്നെ പ്രണയിക്കുന്ന ഒരുവനെ കുറിച്ച്. ഈ ലോകത്ത് സ്നേഹം തേടി അലയുമ്പോൾ, സന്തോഷം തേടി അലയുമ്പോൾ, തൃപ്തി തേടി അലയുമ്പോൾ തിരിച്ചറിയണം, അകമേ വസിക്കുന്ന ഇവന് മാത്രമേ അത് നൽകാൻ കഴിയൂ. അതറിയാതെ പോകുന്നത് കൊണ്ടാണ് ഈ സങ്കടങ്ങൾ മുഴുവനും നമ്മളെ പിടികൂടുന്നത്. അതുകൊണ്ടാണ് നിരാശരായി പോകുന്നത്. ഒറ്റപ്പെട്ടു പോകുന്ന ഒരാളുടെ ഏറ്റവും വലിയ കൂട്ടാളി ക്രിസ്തുവാണ്. റോമിലേക്ക് പോയി പരിശുദ്ധ പിതാവിനെ കണ്ട് തിരികെ വരുന്ന സമയത്ത് ഫ്രാൻസിസ് സ്വന്തം സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതനാകുന്നുണ്ട്. ഫ്രാൻസിസിന്റെ ദാരിദ്ര്യം അവർക്ക് വേണ്ട. ഫ്രാൻസിസ് പറയുന്ന അനുസരണം അവർക്ക് സ്വീകാര്യമല്ല. വിഷമിച്ച് സമൂഹത്തിൽ നിറങ്ങിപ്പോകുന്ന ഫ്രാൻസിസ് വർണ്ണാമലയിലേക്ക് പോകുമ്പോൾ ഒറ്റപ്പെട്ടാണ് പോകും. പക്ഷേ ദൈവത്തിന്റെ സ്നേഹമുദ്ര പതിക്കുന്ന പ്രണയത്തിന്റെ ഏറ്റവും ഉന്നതമായ അനുഭവം ഫ്രാൻസിസിനുണ്ടാകുന്നത് വർണ്ണാമലയിൽ വെച്ചാണ്. അത്രയും നാൾ അലഞ്ഞു തിരിഞ്ഞ, അത്രയും നാൾ തേടി നടന്ന ദൈവത്തിന്റെ ഏറ്റവും സ്നേഹോഷ്മളമായ സ്പർശനം 5 മുറിവുകളായി അവനിൽ പ്രകാശിക്കുന്നുണ്ട്. ഹൃദയത്തിനേറ്റ മുറിവുകളൊക്കെ ഉണങ്ങുന്നത് ക്രിസ്തുവിന്റെ സ്പർശനത്തിലാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകുന്ന, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന, തോറ്റുപോകുന്ന സമയങ്ങളിലൊക്കെ ഹൃദയത്തിൽ ഓർക്കേണ്ടത്, ആര് കൈവിട്ടാലും കൈവിടാത്തവനായി അവൻ കൂടെയുണ്ട്. അവനിൽ പ്രത്യാശയുള്ളവരാകാൻ നമുക്ക് കഴിയണം. സങ്കീർത്തനം 77:2 സങ്കീർത്തന്റെ വിലാപം നോക്കൂ. കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. ഞാൻ കരം വിരിച്ചു പിടിച്ചു രാത്രി മുഴുവൻ, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. ആശ്വാസം തേടി നാം ലോകം മുഴുവൻ അലഞ്ഞാലും അത് ലഭിക്കില്ല. ആരൊക്കെ ആശ്വാസവാക്കുകൾ പറയുമ്പോഴും അതെല്ലാം കൂടുതൽ കുത്തുന്ന അനുഭവങ്ങളായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. പരാജിതനായി പോകുന്ന ഒരാളോട് സാരമില്ലെന്ന് പറഞ്ഞാൽ അയാൾക്കത് അംഗീകരിക്കാൻ കഴിയുമോ?
ജീവിതത്തിലെ പ്രതീക്ഷകൾ അറ്റുപോയി നിൽക്കുന്ന ഒരാളോട് സാരമില്ല, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഹൃദയത്തിൽ അമർഷമാണ് ഉണ്ടാവുക. ഒരു വേർപാടിന്റെ വേദന അനുഭവിക്കുന്ന ആളോട് സാരമില്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് അതെങ്ങനെയാണ് സ്വീകരിക്കാൻ പറ്റുക? സാരമില്ലെന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നോ? അർത്ഥമില്ലെന്നാണ്. ഈ ദുഃഖത്തിന് അർത്ഥമില്ല. എങ്ങനെയാണത് സ്വീകരിക്കാൻ പറ്റുക? പക്ഷെ ഓർക്കണം, സാരമുണ്ട്. ഓരോ ജീവിതാനുഭവത്തിനും സാരമുണ്ട്. അത് ദൈവം നിന്നിൽ പ്രവർത്തിക്കാനുള്ള സമയമാണ്. ഇന്ന് അനുഭവിക്കുന്ന ഈ കഷ്ടത, വേദന, നിരാശ, ഒറ്റപ്പെടൽ, സഹനം, അത് ദൈവത്തെ അനുഭവിക്കാനുള്ള ഏറ്റവും സമൂർത്തമായ സാഹചര്യമാണ്. ഉള്ളിലേക്ക് തിരിഞ്ഞ് അകമേ വസിക്കുന്നവനിലേക്ക് തിരിഞ്ഞ് അവനെ അനുഭവിക്കാൻ ആ സമയത്തായാൽ ജീവിതത്തിൽ ഇന്നോളം നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ സ്നേഹാനുഭവങ്ങളെക്കാളും എല്ലാ തൃപ്തിയെക്കാളും 10 മടങ്ങ് ശക്തിയുള്ള ഒരു പ്രവാഹം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തന്നെയുള്ളത് നിങ്ങൾ കാണാൻ പറ്റും. ക്രിസ്തു അന്യനായിട്ട് നിന്നല്ല, അകമയുള്ളവനായിട്ട് നിന്നാണ് നമ്മിൽ ഈ സ്നേഹാനുഭവം നൽകുന്നത്. ഹോസിയ 11:8 അവിടുന്ന് പറയുന്നുണ്ട്, എഫ്രായിം, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? എന്റെ ഹൃദയം അനുകമ്പാർദ്രമായിരിക്കുന്നു, സ്നേഹോഷ്മളമായിരിക്കുന്നു, എനിക്ക് നിന്നെ എങ്ങനെ കൈവിടാൻ കഴിയും? നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളെ ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം തന്നെ സ്നേഹത്താൽ സൃഷ്ടിച്ച് നമ്മെ കൈവിടാൻ ദൈവത്തിന് കഴിയില്ല. ആദത്തെയും ഹവ്വയെയും ദൈവം കൈവിട്ടതല്ല, കായേനെ ദൈവം കൈവിട്ടതല്ല. ഈ പ്രതീകങ്ങളിലൊക്കെ വിരിയുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യന്റെ കഥയാണ്. നാം സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ദൈവത്തെക്കാൾ ഉപരിയായി ലോകത്തെ സ്നേഹിക്കുമ്പോൾ, ലോക വസ്തുക്കളിൽ മുഴുകിപ്പോകുമ്പോൾ, തൃപ്തി അന്വേഷിച്ച് അകലുമ്പോഴൊക്കെ നാം ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോയിക്കൊണ്ടിരിക്കുക. ഇവയൊക്കെ കൂട്ടിച്ചേർക്കപ്പെടാനുള്ളവയായിരുന്നു. അന്വേഷിക്കേണ്ടത് അവനെയായിരുന്നു. അവൻ അകമയുണ്ടെന്ന ബോധ്യത്തിൽ എത്തിച്ചേർന്നാൽ ഈ ലോകത്തിലെ സമസ്തവും നിങ്ങളുടെ കൂടെയാണ്. ഒന്നും നിങ്ങൾക്കെതിരല്ല. ദൈവം ഒരു സന്തോഷത്തെയും എതിർക്കുന്നവനല്ല. ഭക്ഷണത്തിലും സമ്പത്തിലും സാഹചര്യങ്ങളിലും ഒക്കെ കുടുങ്ങിപ്പോകാതെ നമുക്ക് നൽകപ്പെട്ടവയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം നൽകിയത്. പക്ഷെ അത് ദൈവത്തെ പ്രതി ആയിരിക്കണമെന്ന് മാത്രം. അങ്ങനെ ഈ ലോകം ആസ്വാദ്യമായി മാറണമെങ്കിൽ ക്രിസ്തു അകമയുള്ള അനുഭവം ഉണ്ടാകണം. സന്തോഷമുള്ളപ്പോൾ കുടിക്കുന്ന പായസത്തിന് രുചിയേറും, സങ്കട നേരത്ത പായസത്തിന് കയ്പായി മാറും. മനം തകർന്നിരിക്കുമ്പോൾ ഒരാശ്വാസവാക്കിന് നമ്മെ പ്രവേശിക്കാൻ കഴിയില്ല. പക്ഷെ മനം തകർന്നിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും ക്രിസ്തുവിലേക്ക് നോക്കിയാൽ ആശ്വാസത്തിന്റെ ഒരു നീരുറവ അവന്റെ വിലാവിൽ നിന്ന് ഒഴുകുന്നത് നിങ്ങൾ കാണാൻ പറ്റും. മുറിവേറ്റുകൊണ്ടാണ് അവൻ അത് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി മരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന, മുറിവേൽക്കാൻ തയ്യാറാകുന്ന, ജീവിതം സമർപ്പിക്കുന്ന ഒരുവനെ ജീവിതത്തിൽ ഉറ്റവനായി കണ്ടുകൊണ്ട് അവനിലേക്ക് നമ്മെ ചേർത്ത് വെക്കാനായിട്ട് എത്രത്തോളം നമുക്ക് കഴിയുമോ അത്രത്തോളം നിരാശയിൽ നിന്ന് വിമോചിതമാകാൻ നമുക്ക് കഴിയും. സഫാനിയ 3:16 പറയുന്നുണ്ട്, ദൈവം നിങ്ങളുടെ മധ്യേയുണ്ട്, ഇസ്രായേലിന്റെ രാജാവായ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേയുണ്ട്. അതുകൊണ്ട് ഇനിമേൽ നിങ്ങൾ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ കുറവുള്ളവരാണ്, ഞാനും നിങ്ങളും കുറവുള്ളവരാണ്, പോരായ്മകളുള്ളവരാണ്, തെറ്റിപ്പോയവരാണ്, വീണുപോകുന്നവരാണ്, പ്രലോഭിതരാകുന്നവരാണ്. പക്ഷെ ഭയപ്പെടേണ്ട, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവനിൽ ആശ്രയിക്കാൻ പഠിക്കുകയാണ്, അവന്റെ മുഖത്തേക്ക് നോക്കുകയാണ്, അവന്റെ സ്നേഹത്തിലേക്ക് സ്വയം ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയാണ് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ആ സ്നേഹപ്രവാഹം നമ്മെ ബലപ്പെടുത്തും. അപ്പോഴാണ് തിന്മയെ ജയിക്കാൻ പറ്റുക, അപ്പോഴാണ് ബലഹീനതയെ മറികടക്കാൻ പറ്റുക, അപ്പോഴാണ് പാപത്തെ മറികടക്കാൻ പറ്റുക, അപ്പോഴാണ് ജീവിതം യഥാർത്ഥ അർപ്പണമായും ആരാധനയായും മാറുക. ഈ ഒറ്റപ്പെടലിന്റെ വിലാപങ്ങളൊക്കെ ക്രിസ്തു ഏറ്റെടുത്തിട്ടുണ്ട്. മനുഷ്യൻ അനുഭവിക്കുന്ന ഈ ഏകാന്തതയുണ്ടല്ലോ, തിരസ്കരണാനുഭവങ്ങൾ ജീവിതത്തിൽ ഓർത്തു നോക്ക്. അവനെപ്പോലെ മുറിവേറ്റവനായിട്ടായിരുന്നത്, ജീവിതം മുഴുവനും കയ്പുനീരിൻ്റെതായി മാറിയ ഒരാളാണ് ക്രിസ്തു. ഭൗതികമായി കിടക്കാൻ പോലും ഇടമില്ല, സ്വന്തമായി ഒന്നുമില്ലാതെ അലയുന്നൊരുവൻ, സ്വന്തം സമൂഹം അംഗീകരിക്കാത്തൊരുവൻ. സൗഹൃദം എങ്ങനെയുള്ളതാ? ഒറ്റിക്കൊടുക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന കൂട്ടുക. തന്നെ കല്ലെറിയാനായി കാത്തു നിൽക്കുന്ന ജനസമൂഹം കൈവിട്ട അവസ്ഥയിലാണ്. എങ്ങനെ നാം തിരിച്ചറിയും ദൈവം നമ്മുടെ കൂടെയുള്ളത്? എങ്ങനെയാണ് അവൻ എല്ലാ നിമിഷങ്ങളിലും നമ്മുടെ കൂടെയുണ്ട്? കൈവിടാത്ത ദൈവമാണെന്ന് എങ്ങനെ അറിയും? നമ്മുടെ ഈ ഒറ്റപ്പെടൽ അനുഭവത്തിൽ നമുക്ക് വിമോചനം നൽകാൻ ക്രിസ്തുവിന് കഴിഞ്ഞിട്ടുണ്ട് എന്നെങ്ങനെ വിശ്വസിക്കും? അവിടെയാണ് നാം ക്രിസ്തുവിന്റെ കുരിശിലേക്ക് നോക്കേണ്ടത്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 27-ാം അധ്യായത്തിൽ 46-ാം തിരുവചനത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് യേശു വിലപിക്കുന്നുണ്ട്. എല്ലാവരും കൈവിടപ്പെട്ട്, ഒറ്റപ്പെടപ്പെട്ട്, ആരും ശേഷിക്കാതെ ശിഷ്യന്മാർ ഓടിപ്പോയി, വസ്ത്രം പോലും ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെടുന്ന ഒരുവൻ, 2 കള്ളന്മാരുടെ മധ്യേ
ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ എന്താണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നുവോ അതിനൊക്കെ വിരുദ്ധമായ അനുഭവങ്ങളാണ് ക്രിസ്തുവിന്. എല്ലാവരോടും ബന്ധമാകാൻ വന്നവൻ, എല്ലാവർക്കും വേണ്ടിയായി മാറുന്നൊരുവൻ ഒറ്റപ്പെട്ടു പോകുന്നു. സകലത്തിന്റെയും നാഥനായ ഒരുവൻ ഭൂമിയിൽ ഒന്നുമില്ലാത്തവനായി പോകുന്നു. പരമനന്മയായ ഒരുവൻ പാപിയായി വിധിക്കപ്പെടുന്നു. സത്യമായ ഒരുവനെ അസത്യമായി പ്രഖ്യാപിക്കുകയാണ്. ശരീരം പരിശുദ്ധമാണെന്ന് വെളിപ്പെടുത്താൻ വന്ന ഒരുവന്റെ ശരീരം നഗ്നമാക്കപ്പെട്ട് അപമാനിക്കപ്പെടുന്നു. നാണം മറയ്ക്കാൻ 2 കൈ പോലും ശേഷിപ്പിക്കാതെ വിധം 2 കരങ്ങളും കുരിശിൽ തറയ്ക്കപ്പെട്ട് 2 കാലുകളും ആണികളാൽ ബന്ധിക്കപ്പെട്ട് വിവസ്ത്രനായി ലോകസമക്ഷം അപമാനിതനാവുകയാണ് അവൻ. ഇത്രത്തോളം വേദന ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഏതെങ്കിലുമൊക്കെ പാർശ്വങ്ങളിൽ ഈ സഹനാനുഭവങ്ങൾ നമ്മിലുണ്ടാകാം. പക്ഷെ സമ്പൂർണമായ സഹനം അവൻ്റെതാണ്. അങ്ങനെ സഹനത്തിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ, ജീവിതത്തിൽ ഒറ്റപ്പെട്ട അനുഭവത്തിൽ നിൽക്കുമ്പോൾ ക്രിസ്തു പേറുന്നത് ആദം മുതൽ ഇന്നോളമുള്ള സകല മനുഷ്യരുടെയും ഈ ഒറ്റപ്പെടൽ അനുഭവമാണ്. ദൈവം കൈവിട്ടു എന്ന ചിന്തയാണ്. സകല മനുഷ്യകുലത്തിന്റെയും ഈ വേദന ക്രിസ്തു കുരിശിൽ പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 27-ാം അധ്യായത്തിൽ 46-ാം തിരുവചനത്തിൽ അവിടെ നിന്ന് വിലപിക്കുന്നു, ഏൽ ഏൽ ലാമാ സബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്തുകൊണ്ട്. ഈ വിലാപം ഒരാളുടേതല്ല. ക്രിസ്തു വ്യക്തിപരമായി കുരിശിൽ കിടന്നുകൊണ്ട് വേദനിക്കുന്നതല്ല. സകല മനുഷ്യനും വേണ്ടി അവിടെ നിന്ന് പറയുകയാണ്, ഏൽ ഏൽ ലാമാ സബക്താനി. ആ വേദന മുഴുവൻ കുരിശിൽ അർപ്പിക്കുക. ലൂക്കാസ് സുവിശേഷത്തിൽ 23-ാം അധ്യായത്തിൽ 46-ാം തിരുവചനത്തിൽ ഈ വേദനയെ ക്രിസ്തു മറികടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിതാവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഞാനും പിതാവും ഒന്നാണ്. പിതാവിനെ കൈവിടുകയില്ല. ഞാൻ പിതാവിലാണ്, പിതാവിനിൽ വസിക്കുന്നു, പിതാവിന്റെ പ്രവൃത്തികളാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ പിതാവിലേക്ക് പോകുന്നു എന്ന് നിരന്തരം പിതാവാണ് ജീവിതത്തിന്റെ കേന്ദ്രമെന്ന് പ്രഖ്യാപിച്ച ഒരുവൻ പിതാവിന്റെ കരങ്ങളിലേക്ക് സ്വന്തം ആത്മാവിനെ സമർപ്പിച്ച് തന്റെ ജീവിതം മുഴുവൻ പിതാവിലാണെന്ന് ഉറപ്പിക്കുകയാണ്. ആ ഉറപ്പ് അവന് വേണ്ടി മാത്രമുള്ളതല്ല, നമുക്ക് വേണ്ടി കൂടിയാണ്, സകല മനുഷ്യർക്കും വേണ്ടിയാണ്. ഒറ്റപ്പെടലിന്റെ, ഏകാന്തതയുടെ, വേദനയുടെ, നിരാശയുടെ ഗർത്തത്തിൽ നിന്ന് നമ്മെ കൈപിടിച്ചുയർത്തുകയാണ് ക്രിസ്തു. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത്, എല്ലാം പൂർത്തിയായി, എല്ലാം പൂർത്തിയായി, നാം വീണ്ടെടുക്കപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് നിരാശയുടെ, വേദനയുടെ, ഒറ്റപ്പെടലിന്റെ ഒക്കെ അനുഭവങ്ങളിലാണെങ്കിൽ, ജീവിതം തകർന്നു പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, നിങ്ങളുടെ ഓരോ ഈ ദുരന്താനുഭവവും ക്രിസ്തുവിൽ നിങ്ങൾക്ക് പിതാവുമായി ഐക്യപ്പെടാനുള്ള, അവന്റെ പ്രണയം ആസ്വദിക്കാനുള്ള സമയം അവൻ നിങ്ങൾ ജീവിക്കുന്നു. അതുകൊണ്ട് തകർച്ച ഉയർച്ചയ്ക്കുള്ള സമയമാണ്, നിങ്ങളുടെ വീഴ്ച എഴുന്നേൽക്കാനുള്ള സമയമാണ്, നിങ്ങളുടെ പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളെല്ലാം തിരുമുറിവുകളായിട്ട് മാറും. ഒത്തിരിയേറെ മുറിവുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ മുറിവുകളെല്ലാം തിരുമുറിവായിട്ട് മാറും. യേശു ക്രിസ്തുവിൽ ആ മുറിവുകളെല്ലാം ഈ ലോകത്തിന് പ്രകാശം നൽകുന്നതായിട്ട് മാറും, സ്നേഹാനുഭവമായിട്ട് മാറും. അതുകൊണ്ട് ഇന്ന് ഏതവസ്ഥയിലാണോ, വിവാഹം തടസ്സപ്പെട്ട്, മക്കളില്ലാതെ, രോഗം സഹിച്ച്, തകർച്ച സഹിച്ച്, സമ്പത്തില്ലാതെ, ജീവിതം വഴിമുട്ടി നിൽക്കുന്നു എന്ന് തോന്നുന്ന ഏത് പ്രതിസന്ധിക്കകത്തും തിരിച്ചറിയുക, അവൻ കൂടെയുണ്ട്. അകമേ സ്നേഹമായി, തൃപ്തിയായി, ആശ്വാസമായി അവനിലല്ലാതെ നമുക്ക് നേടാൻ സാധ്യമല്ല. പണം നമ്മെ ഒരിക്കലും തൃപ്തിപ്പെടുത്തില്ല. ഒരു മനുഷ്യനും നമ്മെ സമ്പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിയില്ല. രോഗമില്ലാത്ത ഒരവസ്ഥ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷെ ഏതവസ്ഥയിലും ഉദ്ധാന അനുഭവമായി മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. അത് ഹൃദയത്തിൽ ഉറപ്പിക്കുകയും അവനിലേക്ക് നോക്കുകയും അവനോട് പറയുകയും ചെയ്യുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് പറയുമ്പോഴും നമുക്കറിയാം നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഹൃദയം കൊണ്ട് പറയുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്ന അനുഭവം ഉണ്ടാവും. പ്രത്യാശയുടെ, സ്നേഹത്തിന്റെ ആ ശക്തി ജീവിതം മുഴുവൻ പ്രസരിപ്പിക്കാൻ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.